നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വാശാലിനി, ഞാനാ ശാലിനെ കൂട്ടിക്കൊണ്ടുവന്നത്. രോഹിത്തെ, അത്രയ്ക്ക് ധൈര്യമുണ്ടോ നിനക്ക് ഞാൻ വിളിക്കിത് ചെയ്യാൻ? സത്യഭാമയെ വെല്ലുവിളിക്കാനായോ നീ? എടാ, നീ ഇട്ടിരിക്കുന്ന ഈ മുണ്ട് ഷർട്ട് മുതൽ നീ കഴിക്കുന്ന അന്നം വരെ ഈ സത്യഭാമയുടെ സംഭാവനയാണെന്ന് ഓർമ്മ വേണം. പറഞ്ഞോട്ടെ അച്ഛാ, ഞാനിത് പ്രതീക്ഷിച്ചതാ. ഈ മുണ്ടും ഷർട്ടും കഴിക്കുന്ന അന്നവും മാത്രമല്ല, ഈ ജീവിതം തന്നെ സത്യമ്മ എന്ന ഭിക്ഷയാണെന്ന് എനിക്കറിയാം. അതേത് നിമിഷവും എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെയാ ആ കടം വീട്ടാൻ രാപ്പകലില്ലാതെ ഓടി നടന്ന് ഈ വീടിനു വേണ്ടി ജോലി ചെയ്യുന്നത്. ഈ ജന്മം കൊണ്ട് ആ കടം വീട്ടാൻ കഴിയില്ലെന്നറിയാം. എങ്കിലും സത്യമേ മോനെ, ഭാമ പെട്ടെന്നുള്ള ദേഷ്യത്തിന് എന്തോ ബോധക്കേട് പറഞ്ഞു വെച്ചാൽ നീ ഇങ്ങനെ. ബോധക്കേടല്ലച്ചാ, സത്യമ്മ പറഞ്ഞത് ശരിയാ. എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാം. മറക്കാൻ ശ്രമിക്കുന്നെങ്കിലും മറക്കാൻ പറ്റാത്ത സത്യം. സത്യമ്മ പറഞ്ഞത് ശരിയാ. സത്യമ്മയുടെ സ്വപ്നത്തിൽ പോലും നന്ദികേട് ചിന്തിക്കാൻ പാടില്ല. സത്യമ്മ വരയ്ക്കുന്ന വൃത്തത്തിലെ ജീവിക്കാൻ പാടുള്ളൂ. സത്യമ്മ വെല്ലുവിളിക്കാൻ പാടില്ല. പക്ഷേ ഞാൻ വെല്ലുവിളിക്കും. സത്യമേന്നല്ല, ഈ ലോകത്തെ ഏതൊരു ശക്തിയെയും, ഒരുപക്ഷെ ദൈവത്തെ പോലും. രോഹിത്തെ, എന്റെ ശ്യാമയ്ക്ക് വേണ്ടി അതെ സത്യമേ, എന്റെ ശ്യാമയ്ക്ക് വേണ്ടി ഞാൻ ആരെയും വെല്ലുവിളിക്കും. സത്യമേ പോലും. ഈ ലോകത്തെനിക്ക് ആകെ ഉണ്ടായിരുന്നത് എന്റെ അമ്മ മാത്രമാ. അച്ഛന്റെ മരണശേഷം ആ മുഖത്തെ പുഞ്ചിരിയായിരുന്നു എനിക്ക് സൂര്യോദയം. അമ്മയുടെ മുഖവും നിരണ്ട ലോകം മൊത്തം ഇരുട്ടായി പോവും. അമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചത്. ആ അമ്മ അപ്രതീക്ഷിതമായി എന്നെ വിട്ടുപോയി. സത്യാമ്മ, എനിക്കൊരു വാക്ക് തരാവോ? എന്താ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ച അവനെ, എന്റെ രോഹിത്തിനെ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കിക്കൊള്ളാവുന്ന വാക്ക് പത്മാവതി. വേറൊരു കല്യാണം കഴിക്കാൻ പറയണം രോഹിത്തിനോട്. ഇനിയുള്ള കാലമെങ്കിലും അവനൊരു പെണ്ണിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.